ഡച്ചുകാരനായ ഹെൻറിക് വാൻ റീഡ് എഴുതിയ ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന പുസ്തകത്തെക്കുറിച്ച് കുറച്ചു പേരെങ്കിലും കേട്ട് കാണും. കേരളത്തിന്റെ സസ്യകലവറയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണിത്. ലാറ്റിൻ ഭാഷയിൽ എഴുതിയ കൃതി 30 വർഷത്തെ കഠിന പ്രയത്നത്തിലൂടെയാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഹോർത്തൂസ് മലബാറിക്കൂസ് എന്നാൽ മലബാറിന്റെ പൂന്തോട്ടം എന്നാണ് അർത്ഥം വരുന്നത്. ഹെൻറിക് വാൻ റീഡ് കൊച്ചി ഗവർണറായിരുന്ന ഡച്ചുകാരനാണ്. ആ സമയത്താണ് ഈ കൃതി എഴുതി തുടങ്ങുന്നത്. നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്ന് പുറത്തിറങ്ങിയ ഈ ഗ്രന്ഥത്തിലാണ് മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ചു വരുന്നത്. കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ച് രചിക്കപ്പെട്ട ആദ്യത്തെ ഗ്രന്ഥമാണിത്. വാൻ റീഡ് തന്റെ സ്വന്തം ചെലവിൽ 100 കണക്കിന് വിദേശീയരും അത്ര തന്നെ ഇന്ത്യക്കാരും ചേർന്ന് നടത്തിയ ബൃഹത് സംരംഭമാണിത്. 12 വോള്യങ്ങളിലായി മലബാറിലെ സസ്യജാലകങ്ങളെ തരംതിരിക്കുകയും ചിത്രങ്ങൾ സഹിതം രേഖപ്പെടുത്തുകയുമാണ് ചെയ്തത്. വളരെ ശ്രദ്ധയോടെ രചിച്ചിരുന്ന ഈ ഗ്രന്ഥത്തിൽ സസ്യങ്ങളുടെ ലത്തീൻ, അറബിക്, കൊങ്കണി, തമിഴ്, മലയാളം പേരുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രസിദ്ധ സസ്യശാസ്ത്രജ്ഞനും കാലിക്കറ്റ് സർവകലാശാലയിലെ സസ്യശാസ്ത്ര വിഭാഗത്തിലെ എമിറേറ്റ്സ് പ്രൊഫസറുമായ ഡോക്ടർ കെ.എസ്. മണിലാലാണ് ഹോർത്തൂസ് മലബാറിക്കൂസിനെ ആധുനിക സസ്യശാസ്ത്ര പ്രകാരം സമഗ്രമായി വിശദീകരിക്കുന്ന ഇംഗ്ലീഷ് പതിപ്പും മലയാളം പതിപ്പും തയ്യാറാക്കിയത്. കേരള സർവകലാശാലയാണ് ഇംഗ്ലീഷ് മലയാളം പതിപ്പുകളുടെ പ്രസാധകർ.